അപ്പം പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. നിനക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. അവിടെ പോയി പണിയെടുത്ത് രാത്രിയും പകലും പണിയെടുത്ത് ഞങ്ങൾക്കും അറിയാം കടലിൽ മീനില്ലെന്ന്. ഇങ്ങനെയാണെങ്കിലും നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങൾക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ ഒരു സൊല്യൂഷനുണ്ട്. എന്താണ്? നീ പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട്, അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട്, സാക്ഷികളായി ജീവിച്ചുകൊണ്ട് ഞങ്ങൾ സൊല്യൂഷൻ ഉണ്ടാക്കും. കൈയ്യടിച്ച് കടതാസൂര് കണ്ടല്ലേ. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. നിനക്കും അറിയാം സൊല്യൂഷൻ ഇല്ലെന്ന്, ഞങ്ങളുടെ ജീവിതത്തിന് സൊല്യൂഷൻ ഇല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പകൽ പണിയില്ലാത്തത് കൊണ്ടാണ് രാത്രി പണിക്ക് പോയത്. രാത്രിയും പണിയില്ലാത്തപ്പോൾ കടലിൽ മീനില്ലെന്ന് ഞങ്ങൾക്കറിയാം, നിനക്കും അറിയാം. പക്ഷേ ഇങ്ങനെയാണെങ്കിലും നീ പറഞ്ഞതനുസരിച്ച്, അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട്, ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തും. വിത്ത് ഹാർപ്പ് ആൻഡ് വിത്ത് ഹാർപ്പ് ഐ സോൾവ് മൈ പ്രോബ്ലം. ദാവീദ് പറഞ്ഞതാണ്. ഉടമ്പടിയെക്കുറിച്ച് ദാവീദ് പറഞ്ഞതാണ്. കിന്നനാഥത്തിൻ്റെ അകമ്പടിയോടുകൂടി ഞാൻ എൻ്റെ കടങ്കഥയുടെ പൊരുളറിയും. ശ്രദ്ധിക്കട്ടെ. Take the word of God. Hallelujah, hallelujah, hallelujah. യേശുവേ നന്ദി. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. യേശുവേ ആരാധന, ആരാധന. സങ്കീർത്തനം 49:4. സുഭാഷിതത്തിന് ഞാൻ ചെവി ചായ്ക്കും. ആണ് ദൈവത്തിൻ്റെ വചനത്തിന്, ഞാൻ ചെയ്യാനുള്ള വചനത്തിന് വേണ്ടി ഞാൻ ചെവി ചായ്ക്കും. കിന്നരനാദത്തോടെ ഞാൻ എന്റെ കടങ്കഥയുടെ പൊരുൾ തിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. നിനക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്, എനിക്കും അറിയാൻ സൊല്യൂഷൻ ഇല്ലെന്ന്. പക്ഷേ സുഭാഷിതങ്ങൾക്ക് ഞാൻ ചെവി ചായ്ക്കും. നീ പറഞ്ഞത് കൊണ്ട്, ഞാൻ ചെയ്തുകൊണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന് പരിഹാരം കാണും. അതാണ് ഉടമ്പടിയുടെ അന്തസത്ത. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ മക്കളെ സന്തോഷത്തോടെ തലയിൽ കൈവച്ച്, നിങ്ങളുടെ വേണ്ടി മാത്രമല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇന്നത്തെ ഈ അഭിഷേക ശുശ്രൂഷയ്ക്ക് എത്തിച്ചേരാൻ കർത്താവ് നിങ്ങളെ കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ വലിയ സാക്ഷികളായി നിങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, എന്നെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനാദം പോലെ സ്തുതിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും, ഇവിടെ ആയാലും ഓൺലൈനായാലും, അവരെല്ലാവരെയും കർത്താവേ നിന്റെ തിരുരക്തത്താൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും, എല്ലാ പേശികളിലും, അസ്ഥികളിലും, പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. പസ്തി രോഗങ്ങൾ, പേശി രോഗങ്ങൾ, ആന്തരിക അവയവ രോഗങ്ങൾ ഉച്ച മുതൽ ഉള്ളംകാല് വരെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടുക. എല്ലാവരും വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കൈയെടുക്കരുത്. ഓൺലൈനിലുള്ളവർ കൈയെടുക്കരുത്. കർത്താവേ, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങൾക്ക് അത് നിവൃത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതെല്ലാം നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് അപ്പോസ്തലന്മാർക്ക് അനുഭവം കൊണ്ടറിയാം. അങ്ങയ്ക്ക് ദൈവികമായ ബോധത്തിലറിയാം. എങ്കിലും കർത്താവേ, വചനം പറയുന്നു, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഉടമ്പടി ചെയ്തുകൊണ്ട്, അതുപോലെ ജീവിച്ചുകൊണ്ട് കർത്താവേ, വിത്ത് ഹാർപ്പ് ഐ ഷാൽ സോൾവ് മൈ പ്രോബ്ലം. എൻ്റെ ജീവിതത്തിൻ്റെ അകമ്പടിയെ, ജീവിതത്തിൻ്റെ കടങ്കഥയുടെ പൊരുളറിയാൻ എൻ്റെ വചനം, സുഭാഷിതങ്ങൾക്ക്, ദൈവവചനങ്ങൾക്ക് ഞാൻ ചെവി
കേൾക്കുകയും ചെവി ചായ്ക്കുകയും അതനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വചനം ജീവിതം നിറവേറ്റിക്കൊണ്ട് കർത്താവെ അത് നിറവേറ്റാൻ ആവശ്യമായ ബുദ്ധിയും ശക്തിയും മ്ലാനവതരണം വിട്ടുകൊണ്ട് കണ്ണ് തുറന്ന എമ്മാമൂസ് ശിഷ്യന്മാരെ പോലെ കർത്താവേ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. ജീവിതത്തിൻ്റെ ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, കടക്കടവുകളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് കൃപാസനം അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ജീവിതത്തിന്റെ കടലുകൾക്ക് ദൈവിക പരിഹാരം ഉണ്ടാകാൻ ആത്മാവ് അഭിഷേകം നൽകട്ടെ, ശുദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ, എങ്കിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. എല്ലാവരും മുട്ട നിൽക്കുക. സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. അറിയിപ്പുകൾ. അപ്പം എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്, കൃപാസനത്തിൽ അച്ഛനുണ്ടായാലും ഇല്ലെങ്കിലും അതൊരു കഥയല്ല. കാര്യം ഇവിടെ എല്ലാവരുടെ കാര്യം നോക്കുന്നത് അമ്മയാണ്. പരിശുദ്ധ അമ്മ ദേവമാതാവ് കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടാകും, എല്ലാ ദിവസവും പുതുക്കാൻ പറ്റും, എല്ലാ ദിവസവും സാക്ഷ്യം പറയാൻ പറ്റും. നിങ്ങൾ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഗുരുതരമായ ചില അവസ്ഥയിലുള്ളവർ അച്ഛൻ വരുമ്പോൾ കാണും, അത് വരുമ്പോൾ തീർച്ചയായിട്ടും കാണാം. പക്ഷേ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഉടമ്പടിക്കും ഉടമ്പടിയുടെ സാക്ഷ്യ ജീവിതത്തിനും വേണ്ടിയാണ്. അതിവിടെ അച്ഛൻ മരിച്ചാലും മാതാവ് കുറച്ചുകൂടി ഭംഗിയായിട്ട് കൃപാസനം ചെയ്യുകയുള്ളൂ. കാര്യം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കാര്യമാണ് ഇവിടെ ജനങ്ങൾ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും അടയാളത്തോടെ അഭിഷേകമായി ജീവിക്കുകയും ചെയ്യേണ്ടത്.
ദൈവം അത് ഭംഗിയായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിൽ ആശ്രയിച്ച് വിശ്വസിച്ചും പ്രാർത്ഥിച്ചും എല്ലാ വിഷയങ്ങളെയും അതിജീവിക്കണം.